നമുക്ക് നാടൻ രീതിയിൽ ഒരു ചിക്കൻ സൂപ്പ് റെഡിയാക്കാം. ഇതിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ചേരുവകൾ: തേങ്ങ, ഉള്ളി, മുറിച്ചെടുത്ത ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തത്, തക്കാളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഈ സാധനമാണ് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. ഇത് 2 കിലോ ചിക്കനാണ്. 2 കിലോ ചിക്കന് അത്യാവശ്യം വെളുപ്പിൽ 2 ഉള്ളി, മീഡിയം തക്കാളി, 2-3-4 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതാണ് അളവ്. ഉള്ളി ഇതങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ചെറിയ മുറി തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുരുമുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർക്കുന്നതും കൊണ്ട് മുളക് പൊടി കുറച്ചു. ഇത് കുമ്പിയും മറ്റേ എരിവിലെ മുളകും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ ചൂടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല വാങ്ങി കാഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം അടുപ്പത്ത് വെക്കാം. ഇത് നമ്മളെ മല്ലിപ്പൊടി ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത മല്ലിയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇത് ചിക്കൻ കറിയിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ മണം, നല്ല ടേസ്റ്റും ഇതാണ്. ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല മണം വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല മണമാണ്. എരിവനുസരിച്ചിട്ട് എല്ലാവരും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മുളക് പൊടി കുറച്ചത് കുരുമുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വറുക്കുന്ന സമയത്ത് നല്ല മണം വരും. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി. നന്നായി വറുത്തെടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലത്തെ ചിക്കൻ കറി നിങ്ങളും ഉണ്ടാക്കി നോക്കണം. നല്ല ഞാനുണ്ടാക്കിയ ചിക്കൻ സൂക്ക എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കൂടാതെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.